ഓം ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ശ്രീരാമ ഭഗവാൻ ലക്ഷ്മണനോട് തുടർന്നു, ഇതാ നോക്കൂ, നീലയും മഞ്ഞയും ഇടകലർന്നൊരു ചാവുക്കാളം വിരിച്ചിട്ട പോലെ പൂക്കൾ നിറഞ്ഞ മരങ്ങളാൽ പ്രകാശിക്കുന്നൊരു പുൽപ്രദേശം. താരുകൾ കൊണ്ട് ഭാരം കയറ്റിവെച്ച പോലെ ഇരിക്കുന്നു. വൃക്ഷശിഖരാഗ്രങ്ങൾ, കൊമ്പുകളിലെല്ലാം ചുറ്റിപ്പിണഞ്ഞ പൂവള്ളികൾ, അവയിൽ തട്ടി മാദക സുഗന്ധം ഏന്തി വരുന്ന മന്ദമാരുതൻ. കാമ സംവർദ്ധകമാണീ കാലത്തിൽ വസന്തദേവത പൂക്കളും കായ്കളും കൊണ്ട് പരിമളം പുരട്ടി വൃക്ഷങ്ങളെ അലങ്കരിച്ചിരിക്കുന്നു. നോക്കൂ ലക്ഷ്മണ, കാർമേഘത്തിൽ നിന്ന് മഴത്തുള്ളികൾ എന്ന പോലെ ആരാമ തുല്യവനങ്ങളിൽ നിന്ന് നാനാ നിറത്തോടു കൂടിയ പുഷ്പങ്ങൾ പതിക്കുന്നത്. മന്ദാനിലൻ തട്ടുമ്പോൾ മൃദുവായി ചലിക്കുന്ന ചില്ലകൾ, ഉതിർത്തിട്ട പൂവുകൾ, പാറകളിൽ അനേക നിറങ്ങളോടുകൂടിയ ചിത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. വീണതും വീഴുന്നതും തരുശിഖരങ്ങളിൽ അഗ്രങ്ങളിലും ഉള്ളതുമായ കുസുമങ്ങളെ കൊണ്ട് ഇളം കാറ്റ് എല്ലായിടത്തും നിന്ന് അമ്മാനം ആടുകയാണോ? വിടർന്ന പുഷ്പങ്ങളിൽ തേൻ കുടിച്ചിരിക്കുന്ന വണ്ടുകൾ. മന്ദമാരുതൻ തട്ടി സ്വസ്ഥാനത്തിൽ നിന്ന് പുറത്തു വന്ന് പാട്ടുപാടി വട്ടം ചുറ്റുന്നത് നോക്കൂ. പർവ്വത ഗുഹകളിൽ നിന്ന് വരുന്ന മന്ദവായു മതിച്ച കുയിലുകളുടെ മൃദുല ഗാനങ്ങൾക്കനുസരിച്ച് മാമരച്ചില്ലകളെ നൃത്തമാടിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. കുമാര നോക്കൂ, ചലിച്ചുകൊണ്ടിരിക്കുന്ന വൃക്ഷക്കൊമ്പുകൾ തമ്മിൽ തമ്മിൽ കോർത്തിണങ്ങി ഒറ്റക്കെട്ടായതുപോലെ നിൽക്കുന്നത്. ക്ഷീണം അകറ്റുന്നൊരു തെന്നൽ ചന്ദനമരത്തിൽ തഴുകി സുഗന്ധം വാരി പൂശി അടിക്കുന്നു. വനങ്ങളിലെ തേൻമണി ഇയന്ന മാമരാഗ്രങ്ങളിൽ വണ്ടിണകൾ മുരണ്ടുകൊണ്ട് പാറുമ്പോൾ എന്തോ വർത്തമാനം നമ്മോട് പറയുന്നത് പോലെ തോന്നുന്നില്ലേ? സുന്ദര താഴ്വരകളിൽ പൂത്തു നിൽക്കുന്ന കൂറ്റൻ മരങ്ങളാൽ ശൃംഗങ്ങൾ കൂട്ടിച്ചേർന്ന് നിൽക്കുന്നത് പോലെ ഈ ഗിരീന്ദ്രൻ പ്രശോഭിക്കുന്നു. വിടർന്ന പുഷ്പങ്ങളാൽ മറഞ്ഞ കൊമ്പുകളെ തെന്നൽ പിടിച്ചാടുമ്പോൾ വണ്ടിൻ സമൂഹമാകുന്ന തലപ്പാവണിഞ്ഞ് ആടിപ്പാടുകയാണെന്ന് തോന്നും. ലക്ഷ്മണ, ഇങ്ങോട്ട് നോക്കൂ. കൊന്ന മരങ്ങൾ അടിമുടി പൂങ്കലകളേന്തി നിൽക്കുന്നത് കണ്ടാൽ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് മഞ്ഞപ്പട്ടുടുത്ത് നിൽക്കുന്ന മനുഷ്യരാണെന്നേ തോന്നൂ. ഉണ്ണി, നാനാതരത്തിലുള്ള പക്ഷികളുടെ കളകളനാദങ്ങളാൽ മുഖരിതമായ ഈ വസന്തം സീതാവിയോഗ ദുഃഖത്തെ അപരിമിതമായി വർദ്ധിപ്പിക്കുന്നു. മന്മഥദേവൻ മത്സരിച്ചിട്ടാണോ കുസുമശരങ്ങളെ തുരുതുരെ പൊഴിക്കുന്നത്? അഴലെഴുന്ന എൻ്റെ ഹൃദയത്തെ ചാമ്പലാക്കുവാൻ ഒരുങ്ങിയ പോലെ തോന്നുന്നു. സന്തോഷത്താൽ തല കുലുക്കി കൂകുന്ന കുയിലുകൾ എന്നെ വെല്ലുവിളിക്കുന്ന പോലെ തോന്നുന്നു. നോക്കൂ ലക്ഷ്മണ, ഇതാ ഒരു നത്ത് മനോഹരമായ കാട്ടുചോലയിൽ ഇരുന്ന് ചിലയ്ക്കുന്നത്. എത്രമാത്രം ദുഃഖജനകമാണ് ഈ ശബ്ദമെന്നോ. ജനസ്ഥാനത്തിലെ ആശ്രമത്തിൽ വസിക്കുന്ന കാലത്ത് ഇതിൻ്റെ ശബ്ദം കേട്ടാൽ മൈഥിലി ഓടി വന്ന് എന്നെ വിളിച്ച് എത്ര സന്തോഷത്തോടുകൂടി അഭിനന്ദിക്കാറുണ്ട്. പലതരത്തിലുള്ള നാദങ്ങൾ പുറപ്പെടുവിക്കുന്ന പക്ഷികൾ പറന്നു വന്ന് വള്ളിക്കുടിലുകളിൽ സ്വച്ഛന്തം വിഹരിക്കുന്നത് നോക്കൂ. ഇണകളെ കാണുന്ന പെൺപറവകൾ ഭ്രമരങ്ങളെ പോലെ സന്തുഷ്ടരായി കൂകുന്നത് നോക്കൂ. നത്തുകളുടെ ആരവങ്ങളാൽ, കുയിലുകളുടെ ഗാനങ്ങളാൽ ഈ തരുവൃന്ദങ്ങൾ സന്തോഷ ശബ്ദങ്ങൾ ഉതിർത്തുകൊണ്ട് എൻ്റെ കാമാഗ്നിയെ ആളി കത്തിക്കുന്നു. ലക്ഷ്മണ, അശോക പൂങ്കലകൾ ആകുന്ന തീക്കനൽ, വണ്ടിനിരകളുടെ ശബ്ദം, ചെന്തളിർ ആകുന്ന അഗ്നിജ്വാലകൾ, ഇവയൊത്തുചേർന്ന വസന്തമാകുന്ന അഗ്നികുണ്ഡത്തിൽ പതിച്ച് ഞാൻ ചാമ്പലാകും. കോമളമായ കേശജാലം, ഏറ്റവും സൂക്ഷ്മങ്ങളായ പക്ഷ്മങ്ങൾ, വീണാനാദം പോലെ മൃദുഭാഷണം, ഇവയെല്ലാം ഒത്തുചേർന്ന സീതയെ കാണാതെ ജീവിക്കുവാൻ എനിക്ക് വിഷമമായി തോന്നുന്നു. അനുജ, എല്ലായിടത്തും കുയിലിൻ്റെ പഞ്ചമരാഗത്താൽ മുഖരിതമായ പമ്പാവനത്തിൽ നാം എത്തിയ കാലം എൻ്റെ ജീവൻ്റെ ജീവനായ സീതയ്ക്ക് എത്രമാത്രം ഹൃദ്യമായിരുന്നു. മദനനിൽ നിന്ന് ഉത്ഭവിച്ച് വസന്തകാല ഗുണങ്ങളാൽ സംപ്രവൃദ്ധമായ ദുഃഖമാകുന്ന അഗ്നി അതിവേഗത്തിൽ എന്നെ വെണ്ണീറാക്കിയേക്കും. എൻ്റെ പ്രിയതമയെ കാണാത്തതിനാലും പ്രകൃതി രമണീയങ്ങളായ തരുനികരങ്ങൾ കാണുന്നതിനാലും മന്മഥാഗ്നി ജ്വാലകൾ എന്നിൽ ആളിക്കത്തുകയാണ്. ലക്ഷ്മണ, വൈദേഹി വിയോഗം വീണ്ടും വീണ്ടും വ്യതയെ വർദ്ധിപ്പിക്കുന്നു, സ്വേദകണങ്ങൾ ഉണ്ടാക്കുന്നു. ഈ വസന്തകാലം ആകട്ടെ വേലിയേറ്റം പോലെ അടുക്കുന്നു. കുമാര, ചിന്താക്ലേശത്താൽ ആർത്തനായ എന്നെ ആയതാക്ഷിയായ ജാനകിയും വസന്ത മന്ദാനിലനും വേവിക്കുകയാണ്. പേടകളാൽ ആവൃതരായ ആൺമയിലുകൾ സ്ഫടിക വാതായനങ്ങളെ പോലുള്ള പീലികൾ വിടർത്തി അങ്ങിങ്ങ് നിന്ന് നൃത്തമാടുന്നത് എന്നിൽ മഥനാഗ്നി വളർത്തുന്നു. ലക്ഷ്മണ, അങ്ങോട്ട് നോക്കൂ.
കാമാർത്ഥയായൊരു പെൺമയിൽ നൃത്തം വയ്ക്കുന്ന ആൺമയിലിനെ ഉരുമിക്കൊണ്ട് ഗിരിപാശത്തിൽ കൂടി ആടുന്നത്. മന്മഥാവിഷ്ടനായ അവൻ ഇണയുടെ അടുത്തേക്ക് പീലിക്കണ്ണു വിടർത്തിയും ശോഭ കൊണ്ട് ചിരിക്കുന്നത് പോലെയും ഓടിയടുക്കുന്നത് കാണൂ. അവൻ്റെ ആ നടത്തം താളത്തിനനുസരിച്ച നൃത്തം വയ്ക്കൽ പോലെ മനോഹരമല്ലേ? ഈ മയിലുകളുടെ ഒന്നിൻ്റെയും പ്രാണനാഥയെ രാക്ഷസൻ കട്ടുകൊണ്ട് പോയിട്ടില്ല. അതുകൊണ്ട് മാദകമായ വസന്തകാലത്തിൽ എത്ര സന്തോഷത്തോടെ നർത്തനമാടുന്നു. പുഷ്പ പരിമളപൂരിതമായ ഈ മാധവമാസത്തിൽ ജീവനാഥയെ വേർപെട്ടിരിക്കുവാനുള്ള ദുര്യോഗം എനിക്ക് മാത്രം കിട്ടി. അത് ദുസ്സഹമായി വളരുകയും ചെയ്യുന്നു. പക്ഷികളിൽ കൂടി ഈ പൂക്കാലം അസ്വസ്ഥത വളർത്തുന്നു. ലക്ഷ്മണ, അതാ ഒരു പെൺമയിൽ ഇണയുടെ സമീപത്തേക്ക് ഓടിയടുക്കുന്നു. നീണ്ടിടം പെട്ട കൺകളോടുകൂടിയ സീതയും ഈ കാലത്ത് എൻ്റെ അടുത്തേക്ക് ഓടി വരുമായിരുന്നു. ഈ കാഴ്ച കാണുവാൻ അവളും ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ. കുമാര, നിറപ്പകിട്ടാർന്ന ഈ പുഷ്പസഞ്ചയം എനിക്ക് വിഫലമായി തീർന്നു. വിപിനങ്ങളിൽ ശിശിരർത്തു എന്ന പോലെ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.